السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا رب صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, എന്റെ മുന്നിൽ ഇരിക്കുന്ന ജോലിമാരെ, മറ്റേ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളെ, നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത് കേൾക്കുന്നതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ലൊരു അമലായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിനെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, ഈ വേളയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയാൻ എനിക്ക് വിഷയം എന്ന് വെച്ചാൽ സ്വർഗത്തിലേക്ക് എങ്ങനെ എത്താമെന്ന വിഷയത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുക മാത്രമാണ്. അതിന്റെ അല്ലാഹുവിനെ ഞാൻ അതിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുകയാണ്, ഒരാളും അവന് ഇഷ്ടപ്പെട്ട മുതലിൽ ചെലവിക്കുന്നത് വരെ അവൻ ബിർറിനെ നേടുകയില്ല എന്ന് അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോഴാ സദസ്സിലെ സഹാബത്ത് ചുറ്റുമിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റുമതാ സഹാബത്ത് ഇരിക്കുമ്പോൾ ഈ ആയത്ത് ഇറങ്ങുകയാണ്. അപ്പോഴാ അബൂ തൽഹ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് എണീറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പാരായണം ചെയ്യുകയാണ്, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ഇത് പാരായണം ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, നബിയേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തോട്ടമുണ്ട് മദീനത്ത്, അതാണ് ബൈറുഹാ തോട്ടം എന്ന് പറയുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ആ തോട്ടമതാ നബിയെ അങ്ങേക്ക് സ്വതന്ത്ര ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ബൈറുഹാ തോട്ടത്തെ സ്വതന്ത്ര ചെയ്യുകയാണ്. അപ്പോ നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, ബഹ് ബഹ് എന്ന് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതായത് അവിടെ നിന്ന് കാരണത്തെ അതിന് ധാരാളം അവകാശികളുണ്ടായിരുന്നു. ആരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത ആളുകളെല്ലാം അതിന്റെ അവകാശികളായിരുന്നു. അതിന് നമ്മൾ അവിടെ നിന്ന് പറയുകയാണ്, അതിന് അടുത്ത ആളുകളുടെ അതിനെ കിസ്മ ചെയ്ത് കൊടുക്കുക പറയുകയാണ്. അപ്രകാരം തന്നെ അദ്ദേഹം അതിനെ കിസ്മ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഓർക്കണം, ഇതാണ് സഹാബത്ത് എന്നുള്ളത്. അവരെ എങ്ങനെ സ്വർഗത്തിലേക്ക് അടുക്കാൻ സാധിക്കുമോ അതെല്ലാം അവർ ചെയ്തിരുന്നു. അവർ സ്വർഗത്തിന് അടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്തത് പ്രവാചകന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു സഹാബത്ത് എന്നുള്ളത്. മറ്റൊരു ഹദീസിലാണ് പറയുകയാണ്, ഇതാ തബഖത്ത് ലബഖതൻ ഫഅക്തർ മാ ഹുവ വതഹാമദ ദിക്റാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, റിപ്പോർട്ട് ചെയ്യുകയാണ്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ആടിനെ കൊണ്ടത് പാകം ചെയ്യുകയാണെങ്കിൽ അതിന് വെള്ളത്തെ കൊടുക്കുക, എന്നിട്ട് അത് നിങ്ങളുടെ അയൽവാസികളിലേക്ക് കൊടുക്കുക. അത്രയും നാം എന്തുമാണോ ഭക്ഷിക്കുന്നത് അത് നിങ്ങളുടെ അയൽവാസികളെ ഭക്ഷിപ്പിക്കാൻ ലോകത്തിന്റെ നായകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിൽ നിന്ന് പറയുകയാണ്. നമുക്കറിയാം, ഈ ആഹ്റസമാന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നറിയാം. അവർ മതിലുകൾ പണിഞ്ഞുകൊണ്ട് വീടിനെ കൊട്ടാരമാക്കുന്ന അവസ്ഥയാണ്. സ്വന്തം വീട്ടിൽ എന്ത് സംഭവിച്ചാലും പുറത്തോട്ട് അറിയാതെ ധാരാളം ചരിത്രങ്ങളും അതുപോലെ തന്നെ സംഭവവികാസങ്ങളും ഈ നാട്ടിൽ
നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വീട്ടിൽ ഒരു മാതാവും പിതാവും മരിച്ചു കിടന്ന് മാസങ്ങളോളമായി. പക്ഷേ അയൽവാസികൾ അതറിയുന്നില്ല. ഇതാണ് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങളുടെ അയൽവാസികൾക്ക് നൽകുക, എന്ത് ഭക്ഷിപ്പിക്കുക, അവരെ ഭക്ഷിപ്പിക്കുക തങ്ങൾ പറയുകയുണ്ടായി. പിന്നീട് അവകാശികളാണ് അർശിന്റെ താളിലുള്ളത്. അതിൽ ഒരു അവകാശം ഉള്ളത് വലത് കൈ സ്വതന ചെയ്തത് ഇടത് കൈ അറിയാത്തവനാണെന്ന് തങ്ങൾ പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസിന്റെ എന്ത് നന്മ ചെയ്താലും അത് സ്വതയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിന്റെ സ്വതയാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നിയതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാമിന്റെ കിതാബിൽ കാണപ്പെടാം, നിയത്തില്ലാത്ത ഒരു പ്രവർത്തനം നാം എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല, നിയത്തില്ലെങ്കിൽ അതിന് പ്രതിഫലമില്ല എന്ന് ജമീന്റെ അഹ്ലുകാര് അവർ പറയുകയുണ്ടായി. അതിന് പ്രതിഫലമില്ല എന്നാണ്. അപ്പോ എന്ത് ഒരു കുച്ചിരിക്കുകയാണ്, നിയത്തുണ്ടോ, നിങ്ങൾക്ക് കൂലിയുണ്ട്, അത് സ്വതയാണ്. ലോകത്തിന്റെ നായകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ആയിഷയുടെ ഹദീസിലെ ഈ ഭൂമിലോകത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച എല്ലാ മനുഷ്യർക്കും 360 എല്ലുകളുണ്ടെന്ന്, ലോകത്തിന് 360 നിരപ്പുകളുണ്ടെന്ന് ലോകത്തിന്റെ നായകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോ ഈ 360 എല്ലുകൾക്കും ഈ ആസ്തികൾക്കും എന്തുകൊണ്ട്? അവർക്കെല്ലാം ഹക്കുകളുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോ ആ ഹക്കുകൾ വീട്ടാനുള്ള ഏകമാർഗമുള്ളത് അത് തഹ്ലീൽ ചെയ്യുക, തസ്ബീഹ് ചെയ്യുക, ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി ആ ഹക്കുകളെല്ലാം വീഴുന്നതാണ്. ലോകത്തിന്റെ നായകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകിയിരിക്കുമാറാകട്ടെ. പിന്നീട് സുലൈമാൻ ബിൻ അഹ്മദ് റളിയല്ലാഹു അൻഹു ഹദീസ് കാണാൻ قال رسول الله صلى الله عليه وسلم الصدقة على المسكين صدقة وهي على أهل المسكين صدقة وصلة. صدق رسول الله صلى الله عليه وسلم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു ഹദീസ് കാണാം, സദഖ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി നൽകുന്നതാണ്. എന്നാൽ ആ സ്വതക്കത്തിന് രണ്ട് പ്രതിഫലം ലഭിക്കുന്ന ഒരു രംഗമാണ് അദ്ദേഹത്തിന്റെ അയൽവാസികൾക്കും അടുത്ത അയൽവാസികൾക്ക് കൊടുക്കുക എന്നുള്ളത്. അതായത് കുടുംബക്കാരായ അയൽവാസികൾക്ക് കൊടുക്കുക എന്നുള്ളത്. അതുവഴിയാണ് കുടുംബബന്ധം പുലർത്തിയതും സ്വതക്ക ചെയ്തതിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു റളിയല്ലാഹുവിന്റെ ഒരു റിപ്പോർട്ടുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ദലു സ്വദഖതി തസ്ബീഹ് അബ്ദൻ ജാരിയ. സ്വദഖയിൽ വെച്ച് ഏറ്റവും അഫ്ദലായത് വെച്ചാൽ തന്റെ ജാരിയെ ബഹുദർപ്പിക്കുക എന്നതാണ്. ലോകത്തിന്റെ നായകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വേറെ നടത്തുക എന്നുള്ളത് അത് അത്രയും അഫ്ദലായ കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് പറഞ്ഞത് കേട്ടതെല്ലാം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.